ശിവാനി, ശിവാനി. കൊച്ചുമുതലാളി അവര് വന്നിട്ടില്ലെന്നാ തോന്നുന്നേ. തിരിച്ചു വന്നിട്ടില്ല എന്നോ? അവര് പുറത്തുപോയെന്നാണ് നീ പറയുന്നത്. ബട്ട് നീയല്ലേ പറഞ്ഞ അവരകത്തുണ്ട്, പുറത്തേക്ക് വരുന്നില്ല എന്ന്. അയ്യോ, അങ്ങനെയല്ല കൊച്ചുമുതലാളി. ഇത്രയും നേരമായിട്ടും വാതിലിൽ മുട്ടിയിട്ടും തുറന്നില്ലല്ലോ. അതുകൊണ്ട് അവര് പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കും ചുമ്മാ തോന്നിയത്. തൃശ്ശൂരിൽ ഗസ് ചെയ്യാനുള്ള സമയമല്ല ഇത്. ഓക്കെ ശിവാനി, ശിവാനി. ഞാൻ ഈ വാതിൽ പൊളിക്കാൻ പോവാ. അയ്യോ, ഓക്കെ ബോസ് ബോസ് നിക്ക്. വേണ്ട, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൈക്ക് എഴുതാൻ പറ്റില്ലേ? മാറ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മാറ്, ഞാൻ തുറന്നുതരാം. നീ എന്താ ഈ ചെയ്യുന്നേ? ഒന്ന് നിക്ക് ബോസ്. ഇതൊക്കെ നീ എവിടെ നിന്നാണ് പഠിച്ചത്? അങ്ങനെ പഠിച്ചതൊന്നല്ല ബോസ്. നമ്മള് സിനിമയിലൊക്കെ കാണുന്നത് പോലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതല്ല ഞാൻ. ഇപ്പൊ ഓപ്പൺ ആയില്ലേ, നോക്കാം. ശിവാനി, തൃശ്ശൂർ നീ എവിടെയൊക്കെ നോക്കാം, ഞാൻ മോളിപ്പോ നോക്കാം. ഓക്കെ ശിവാനി. മാഡം, മാഡം ഇത് എവിടെയാ? തൃശ്ശൂർ. കൊച്ചുമുതലാളി നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. എന്ത്? നീലി മരണപ്പെട്ടെന്നോ? എങ്ങനെ സംഭവിച്ചു അത്? അവൾ അപകടത്തിൽപ്പെട്ടതൊന്നും നിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ ശിവാനി? എന്താ സംഭവിക്കുന്നതെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഒടുവിൽ അവളുടെ സന്ദേശം കേട്ട് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുന്നേ അവൾ ഈ ലോകത്തോടെ എന്നേക്കുമായി വിട പറഞ്ഞിരുന്നു. എന്തൊരു ദുരന്തമാണ് ശിവാനി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എല്ലാം ശുഭകരമായി പര്യവസാനിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നീലിയുടെ മരണം നമ്മുടെ നാഗലോകത്തെ ആകെ സാരമായി ബാധിക്കും. നീലിയുടെ ആ അവസ്ഥയ്ക്കുള്ള കാരണം എന്താണെന്നറിഞ്ഞോ? അവൾ നിന്നോട് അക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും സമയമേറെ വൈകിയിരുന്നു ഗുരുദേവ. അവൾ അവസാനമായി എന്നോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. നമ്മൾ എന്താണോ സത്യമെന്ന് വിശ്വസിച്ചിരുന്നത് അതൊന്നും സത്യമേ അല്ല. ശത്രുക്കൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നീ ആരെയും വെറുതെ വിടരുത് എന്ന് മാത്രമാണ് പറഞ്ഞത്. അവൾ എന്തോ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി ശ്രമിച്ചതാവാം. ദുഷ്ടന്മാർ അവൾ നാഗലോകത്തിലുള്ളതാണെന്നറിഞ്ഞ് അവളുടെ പ്രാണൻ വന്നെടുത്തതാവാം. അവളുടെ കണ്ണടയും മുൻപേ എന്തെങ്കിലും ഒരു സൂചന നിനക്ക് ലഭിച്ചിരുന്നു ശിവാനി? ഗുരുദേവ, അവൾ എന്റെ രൂപം സ്വീകരിച്ചാണ് പോയതെന്ന് മാത്രം എനിക്കറിയാം. അവൾ എവിടേക്കാണ് പോയത്, ആരാണ് അവളെ കൂട്ടിക്കൊണ്ടു പോയത് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഒടുവിൽ ഞാൻ കണ്ടെത്തിയപ്പോൾ അവൾ നീലിയുടെ രൂപത്തിൽ തന്നെയായിരുന്നു. നീലി നിന്റെ രൂപം സ്വീകരിച്ചാണ് പോയതെന്ന്? എങ്കിൽ അത് നിന്നെ രക്ഷിക്കാനായിരിക്കും. നിനക്കെതിരെ വന്ന ദുഷ്ടശക്തിയെ തടയാനായിരിക്കും. നിനക്ക് വേണ്ടി അവൾ പ്രാണൻ തന്നെ ത്യജിച്ചിരിക്കും. എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞെന്നു? എനിക്ക് മനസ്സിലായില്ല ഗുരുദേവ. ശിവാനി, ദുഷ്ടന്മാർക്ക് നിന്നെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. നീലി നിന്റെ രൂപം സ്വീകരിച്ച് അവരെ കാണാൻ പോയതായിരുന്നു. അവർക്കുള്ള സംശയമെല്ലാം മാറ്റി നിന്റെ പ്രാണനും രക്ഷിച്ചു അവൾ. പക്ഷേ അവളുടെ സ്വന്തം പ്രാണൻ അവൾക്ക് നൽകേണ്ടി വന്നു. നീലി സത്യത്തിൽ നാഗലോകത്തിന്റെ പരിപൂർണ കർത്തവ്യങ്ങൾ സമ്പൂർണമായി നിറവേറ്റിയവളാണ്. ഗുരുദേവ, അങ്ങ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
മനസ്സിന്റെ ആശങ്ക വർദ്ധിച്ചു വരികയാണ്. വിവാഹം നിശ്ചയ ദിവസം തന്നെ ഇങ്ങനെ നടക്കണമായിരുന്നു. നീലി എന്നെ വിട്ടു പോയതിന്റെ ദുഃഖം എന്നെ തളർത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനൊരു അവസരത്തിൽ ഞാൻ നിശ്ചയത്തിന് പോണമെന്നാണോ പറയുന്നേ? അതിപ്പോ എന്നെ കൊണ്ട് സാധിക്കില്ല ഗുരുദേവ. വേണ്ട ശിവാനി, നിശ്ചയത്തിന്റെ ദിവസം തന്നെ ഇങ്ങനൊരു അപശകുനം സംഭവിച്ചുവെങ്കിൽ ഈ നിശ്ചയമേ വേണ്ട എന്ന് സാക്ഷാൽ പരമേശ്വരൻ തന്നെ നമുക്ക് സൂചന നൽകിയതായിരിക്കും. ആ സൂചന ധിക്കരിച്ച് നീ ആ കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ അവനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാവും. ശിവാനി, എല്ലാം നിന്റെ വിവേചനത്തിന് വിട്ടു നൽകുന്നു. ആലോചിച്ച് തീരുമാനിക്കുക. എല്ലാം ശുഭമായി തീരട്ടെ. അല്ല, വീട്ടിലില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എനിക്കെന്തോ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ഞാൻ അന്നേ അളിയനോട് തുറന്നു പറഞ്ഞതാ, നമുക്ക് ഈ പ്രേമവും ചുറ്റിക്കളിയൊന്നും ശരിയാവില്ലെന്നും ഒന്നാമത് അവള് ഫോറിനിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാണെന്നും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചില്ലേ? മംഗളെ, ശിവാനിയെ പറ്റി അങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ആദ്യം കാര്യം എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. ആയിക്കോട്ടെ മോനെ, നീ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തന്നെ വെച്ചോ. പക്ഷെ നാട്ടുകാരെന്തു പറയും? ദിഗ്വിജയന്റെ മോന്റെ എൻഗേജ്മെന്റ് നടന്നില്ല, പെൺകുട്ടി എൻഗേജ്മെന്റിന് വന്നില്ല എന്നൊക്കെ പറഞ്ഞാ നമ്മുടെ കുടുംബത്തിന്റെ മാനവും അഭിമാനവും ഒക്കെ പോവില്ലേ? അതുമല്ല, അളിയൻ ഇത്രയും കാലം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും ഒക്കെ നശിച്ചു പോവില്ലേ? നോക്കുമോനെ, വേട്ടക്കാരന് മുന്നിൽ നമ്മളായിട്ട് ചെന്നുപെട്ട നമുക്കെതിരെ കെണിയൊരുക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും. എനിക്കെന്തോ ആ കുട്ടിയായിട്ടുള്ള ബന്ധം അത്ര ശരിയാവും തോന്നുന്നില്ല. ഇതൊക്കെ അളിയൻ എങ്ങനെ സഹിക്കുമെന്നാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. ത്രിവിക്രം, ശിവാനിക്കൊന്ന് ഫോൺ ചെയ്തേ മോനെ. ഡാഡി, ഞാൻ കുറെ നേരം ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ നോട്ട് റീച്ചബിൾ. ഡാഡി, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ശിവാനി, താനിത് എവിടെയാ? ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. വന്നോണ്ടിരിക്കാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? ഹലോ ഹലോ, എന്താടാ, എന്താ അവള് പറയുന്നത്? വന്നോണ്ടിരിക്കുകയാണെന്ന്. ദമയന്തി, നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അവൾ ഇങ്ങോട്ട് വന്ന ഉടനെ നമുക്ക് നിശ്ചയം നടത്താം. അല്ലളിയ, മുഹൂർത്തം അതിലൊന്നും കാര്യമില്ല ഗോവിന്ദ. ഇന്നത്തെ ദിവസം നിശ്ചയം നടക്കണമെന്നേ ഉള്ളൂ. ഡാഡി, ശിവാനി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ? മുതലാളി, മാഡം വന്നു. ശിവാനി, വാട്ട് ഹാപ്പൻ? താനെന്താ വരാൻ ഇത്ര ലേറ്റ് ആയേ? എവിടെയായിരുന്നു മോളെ? എത്ര നേരമായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും. മോക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ഫോണെങ്കിലും ചെയ്തുകൂടായിരുന്നു? ശരി, അതൊക്കെ പോട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് നിശ്ചയം അങ്ങ് നടത്താം. ദമയന്തി, മോളെ കൂട്ടിക്കൊണ്ടുപോയി ഡ്രസ് മാറ്റിയോ? അങ്കിൾ, ഒരു മിനിറ്റ്. എനിക്ക് ത്രിവിക്രമനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. തനിച്ച് സംസാരിക്കാമല്ലോ, ആദ്യം നിശ്ചയം കഴിയട്ടെ. അല്ല അങ്കിൾ, പ്ലീസ്, എനിക്കിപ്പോ തന്നെ സംസാരിക്കണം. ഒരു 5 മിനിറ്റ് മതി. ശരി. എന്താ പറ്റിയ ശിവാനി? ഇതുവരെ എവിടെയായിരുന്നു? ഒരു കോളെങ്കിലും ചെയ്യുന്നില്ല തനിക്ക്? ഞാൻ എത്ര തവണ ഫോൺ ചെയ്തെന്നറിയോ? സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. വാട്ട് ഹാപ്പൻഡ്? എന്തിനാ കരയുന്ന? എന്താ പറ്റിയേ? അറിയില്ല ത്രിവിക്രം, എന്താ സംഭവിക്കുന്നെന്ന് അറിയില്ല. എല്ലാം വളരെ വിചിത്രമായിട്ട് തോന്നുന്നു.
എന്റെ ചുറ്റും എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല ത്രിവിക്രം. ശിവാനി താനൊന്ന് സമാധാനിക്ക. എന്താ സംഭവിച്ചതെന്ന് എന്നോട് കൃത്യമായിട്ട് പറ. എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓരോരുത്തരെ എന്നെ വിട്ടു പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഞാൻ എന്ത് പാപോ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ആരാ വിട്ടുപോയേ? ഞാൻ എന്റെ സ്വന്തമായി കണ്ടിരുന്നവരെല്ലാം ഓരോരുത്തരായിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുക. വീരനും ശൂരനും എന്റെ സഹായത്തിന് എത്തിയതാ. ആദ്യം അവരെയാ കാണാതായത്. അത് കഴിഞ്ഞപ്പോ നീലി. ആ നീലിക്ക് എന്താ പറ്റിയേ? കുറച്ചു ദിവസമായിട്ട് കാണാനില്ലായിരുന്നു. എവിടെ പോയെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവളെ. എന്നിട്ട് അവസാനം കണ്ടെത്തിയപ്പോ മരിച്ചു കിടക്കായിരുന്നു അവള്. മരിച്ചു കിടക്കുന്ന ശിവാനി, താനൊന്ന് സമാധാനിക്ക. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. മനസ്സിന് വല്ലാത്ത ഭാരം തോന്നും, തളരുന്ന പോലെ. എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചിട്ട് ആ ദുഃഖത്തിലിരിക്കുമ്പോ എങ്ങനെയാ ഞാൻ ഈ വിവാഹ നിശ്ചയത്തിന് വരുന്നത്? എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഈ കാര്യം പുറത്തുള്ള എല്ലാവരോടും എങ്ങനെ പറയണമെന്നുള്ളതും എനിക്കറിയില്ല. അതുകൊണ്ടാണ് നിന്നോട് മാത്രം സംസാരിച്ചത്. ത്രിവിക്രം, എന്തെങ്കിലും ചെയ്ത് ഈ എൻഗേജ്മെന്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യും. പ്ലീസ് ത്രിവിക്രം, ദയവേത് എന്നോട് ക്ഷമിക്കണം. ശിവാനി പ്ലീസ് താനിങ്ങനെ കരയില്ലേ? എനിക്കിത് കാണാനുള്ള ശക്തിയില്ല. താൻ കംഫർട്ട് അല്ലെങ്കിൽ നമുക്കിന്ന് എൻഗേജ്മെന്റ് നടത്തണ്ട. ശിവാനി, ഞാൻ ഡാഡി പറഞ്ഞ് സമ്മതിപ്പിക്കാം. എല്ലാവരും ഞാൻ കൺവിൻസ് ചെയ്യിച്ചോളൂ. ഓക്കെ, താൻ അതോർത്ത് വെറുതെ വിഷമിക്കണ്ട. ശിവാനി പ്ലീസ് സമാധാനായിട്ടിരിക്കുക. ആ കണ്ണൊക്കെ ഒന്ന് തുടയ്ക്കാൻ. ശിവാനി, എന്റെ കൂടെ തഴയ്ക്കാം. എന്താ മോളെ, എല്ലാം സംസാരിച്ചു കഴിഞ്ഞില്ലേ? ചടങ്ങുകൾ ആരംഭിച്ചാലോ? ഡാഡി, ഇന്ന് ഈ എൻഗേജ്മെന്റ് നടക്കില്ല. എൻഗേജ്മെന്റ് നടക്കില്ലെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? മമ്മി പ്ലീസ്, ശിവാനി ഇപ്പൊ ഒരു വല്ലാത്ത അവസ്ഥയിലുള്ള, അതുകൊണ്ട് എൻഗേജ്മെന്റ് ഇപ്പൊ നടത്തണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഡാഡിക്ക് ഇത് വല്ലാതെ ഹേർട്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ശിവാനിയുടെ മാനേജർ മരിച്ചുപോയി ഡാഡി. ഡാഡി പ്ലീസ്, ഡാഡി നമുക്കിന്ന് എൻഗേജ്മെന്റ് നടത്തണ്ട. ഓക്കെ, താങ്ക് യു ഡാഡി. അങ്കിളെ, ഞാനൊന്ന് പോയി ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. എന്താ ഇതൊക്കെ? മുതലാളിയുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ച് നിശ്ചയം മുടങ്ങുമെന്നൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതെ മധു, അത് തന്നെ എന്റെ സങ്കടം. ഒരുപാട് കാലം കൂടിയ മുതലാളിയുടെ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോയത്. എല്ലാം ശരിയാക്കി അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിശ്ചയം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചത്. മുതലാളിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായി കാണും. നമ്മൾ എന്താ ചെയ്യാ? എനിക്കും ഇപ്പൊ എന്താ പറയേണ്ടിന്ന് പോലും അറിയില്ലെന്നേ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ അവസ്ഥ വരരുതെന്നേ ഉള്ളൂ. ആ വീട്ടിലിപ്പോ ആരും പരസ്പരം സംസാരിക്കുന്ന പോലുമില്ല. സംസാരിച്ചാലും എന്താ പറയേണ്ടെന്ന് അവർക്കറിയില്ല. ഇതിപ്പോ എന്തെങ്കിലും നിസ്സാര കാര്യമായിരുന്നെങ്കിൽ നമുക്ക് പോയെന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയില്ലേ? എല്ലാവരും കണ്ട സ്വപ്നങ്ങളും തകിടം മറിഞ്ഞുപോയി. ആരുടെ കണ്ണാണ്? ആരായാലും അത് ഒടുക്കത്തെ കണ്ണ. അച്ഛാ, സംഭവിച്ചൊക്കെ നല്ലതിനാണെന്ന് പറയാറില്ലേ? ഇത് നോക്കി, ഇതുവരെ സംഭവിച്ചതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല.
ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേ. എനിക്കെന്തായാലും ഈ എൻഗേജ്മെന്റ് നടക്കാതെ പോയത് നല്ലതിനാണെന്ന് തോന്നുന്നു. എല്ലാം തന്നെ ചാടപടയെന്നല്ല റെഡിയാക്കിയ. അവിടെ നടക്കാൻ പോകുന്ന എൻഗേജ്മെന്റിൽ സത്യം പറഞ്ഞ ആരും തന്നെ റെഡി ആയിരുന്നില്ല. എന്തായാലും എൻഗേജ്മെന്റ് മുടങ്ങിപ്പോയി. അച്ഛാ, നെക്സ്റ്റ് ടൈം ഉണ്ടല്ലോ ഈ എൻഗേജ്മെന്റ് നമുക്ക് ജൂമായിട്ട് അടിച്ച് പൊളിക്കാന്നേ. ഏയ്, നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഒരു ശുഭകാര്യം മുടങ്ങിപ്പോയാൽ എന്റെ വിഷമം നിനക്കറിയോ? ഒന്നും മുതലാളി പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ. എനിക്കറിയാം മനസ്സിൽ എന്തോ ഉള്ളതെന്ന്. ഒരു പിതാവിന് മാത്രമേ ആ വേദന മനസ്സിലാവുള്ളൂ. കൊച്ചു മുതലാളി എന്തുമാത്രം വിഷമിക്കുന്നുണ്ടോ? ഇതൊക്കെ നിന്നെ നീ അറിയുന്നല്ലേ? അതെ, അവൻ എന്തോ തമാശക്ക് പറഞ്ഞതല്ലേ, വിട്ടേക്ക്. ഇങ്ങനെയുള്ള തമാശകൾ എനിക്ക് ഇഷ്ടമല്ല മധു. അവൻ അത്ര കൊച്ചു കുട്ടിയൊന്നല്ലല്ലോ തമാശ പറയാൻ. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അച്ഛാ, ഇത് ഒരിക്കലും നടക്കാൻ പോവാത്ത കാര്യമൊന്നുമല്ലല്ലോ. എൻഗേജ്മെന്റ് ഇനി ഒരു ദിവസമായാലും നടത്താലോ. ഇതിപ്പോ എന്തോ എൻഗേജ്മെന്റിന് നടക്കുകയില്ലെന്നുള്ള പോലെയാണല്ലോ പറയുന്നത്. അതിപ്പോ ഒന്ന് താൽക്കാലികമായിട്ട് മാറ്റിവെച്ചു. അതിലിപ്പോ ഇത്രയും ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല. എനിക്ക് വലിയ വിഷമം തോന്നുന്നില്ല. തൃശൂൽ, ഇനി ഒരു തവണ കൂടി ഇങ്ങനെ സംസാരിച്ചാ ഇതോടെ നിർത്തിക്കോ. അവരുടെ വേദന അവർക്ക് മാത്രമേ മനസ്സിലാവൂ. എൻഗേജ്മെന്റ് വേണമെങ്കിൽ വേറെ ദിവസം നടത്താം. പക്ഷേ അന്ന് അവിടെ നടന്ന ശകനപ്പുഴയുടെ വേദന അവർക്ക് മാത്രമേ മനസ്സിലാവൂ. ശിവാനിക്ക് സങ്കടമില്ലെന്നാണോ നീ പറയുന്നത്? കാര്യങ്ങൾ അറിഞ്ഞു മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അത് ഓർമ്മയിൽ വെച്ചു. ശിവാനി, ശിവാനി, ഞാൻ ശരിക്കും നിന്നെ വിട്ടുപോയി എന്നാണോ നീ വിചാരിച്ചത്? ഞാൻ ഇന്നും പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. നോക്കിക്കേ, ഞാൻ പോയെന്ന് കരുതി കരയുവാണോ നീ? നീ ഇല്ലാതെ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ നിനക്ക്? സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി നീലി. പക്ഷെ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞത് നീ തിരിച്ചു വരുന്ന തന്നെയായിരുന്നു. ഇപ്പോ എന്റെ മനസ്സ് പറഞ്ഞത് സത്യമായി നീലി. നീ തിരിച്ചു വന്നില്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി നീലി. നീ എന്തിനാ എന്നോടൊന്നും പറയാതെ പോയത്? ഇങ്ങനൊരു അവസരത്തില് എന്നിവിടെ ഒറ്റയ്ക്കാക്കി പോകുക എന്നതായിരുന്നു നിന്റെ ഉദ്ദേശം? എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേരെയായി അടുത്ത് തന്നെ ഞാൻ ആദിശേഷന്റെ സ്വന്തമാകുന്ന മുഹൂർത്തത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോയത് ശരിയായി എന്ന് തോന്നുന്നുണ്ടോ? പറ, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ സന്തോഷായിട്ടിരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ നീലി? എന്റെ 14 വർഷത്തെ ദിഗ്ബന്ധനം കഴിഞ്ഞ് ഞാൻ ആദിശേഷനെ കണ്ടെത്താനായി വന്നപ്പോ എന്റെ കൂടെ വന്നവളാ നീ. ആദിശേഷനെ കണ്ടെത്തി നാഗമാണിക്യം തിരികെ നാഗലോകത്തെത്തിക്കുന്നത് വരേക്കും എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന വാക്ക് തന്നവളാ നീ. എന്നിട്ട് പാതി വഴി എത്തിയപ്പോ എന്നെ തനിച്ചാക്കി പോയില്ലേ നീ? അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? അല്ല, എനിക്കറിയാം നീ വേണമെന്ന് വെച്ചിട്ടായിരിക്കില്ല ഇതൊന്നും ചെയ്തത്. ഏതോ ഒരു അവസരത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയതായിരിക്കും അല്ലേ? നീലി നിന്നെ വീട്ടിലെങ്ങും കാണാതായപ്പോ നീ എവിടെ പോയതാന്നറിയാതെ ഞാൻ വിഷമിച്ചു. പക്ഷെ നീ അത്ര വലിയൊരു ആപത്തിലാണ് ചെന്ന് പെട്ടതെന്ന് ഞാൻ അറിഞ്ഞതേയില്ല നീലി. എന്തിനാ നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്? എന്തോ പറയാനായിട്ട് റൂം വരെ വന്നിട്ട് ഒന്നും പറയാതെ നീ തിരിച്ചു പോവല്ലേ ചെയ്തത്? എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? എന്റെ കൂട്ടുകാരിയായി നിനക്ക് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞൂടായിരുന്നോ? വേണ്ട നീലി, ഇനി ഒരിക്കലും എന്നോട് ഇങ്ങനൊന്നും ചെയ്യില്ലേ. വേണ്ട നീലി, പ്ലീസ്. നിനക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം ഞാനാണെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി നീലി. നീ അപകടത്തിലാണെന്നറിഞ്ഞ് സന്ദേശം കേട്ടപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ ആ തൃശൂൽ എന്നെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പുറത്തിറങ്ങാനായിട്ട് പല വിധത്തിൽ നോക്കിയിട്ടും ഏതോ ഒരു ശക്തി എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേത് ശക്തിയാണെന്ന് മഹാദേവന് മാത്രമേ അറിയൂ.
അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഒന്നും സംഭവിക്കാതെ തിരികെ ഇങ്ങ് എത്തിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി നീലി. നീലി, വന്നപ്പോ മുതൽ ഞാൻ മാത്രമല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ, നീ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നേ? എന്റെ സങ്കടം കണ്ടിട്ട് നിനക്ക് സന്തോഷാ തോന്നുന്നേ? എന്റെ വിഷമം എനിക്കറിയാം. വിട്ടേക്ക്. ഇനി മുതല് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം നീ, കേട്ടല്ലോ? വാക്ക് താ, വാക്ക് താ നീലി. നീലി സംസാരിക്കേ. നീലി, നീലി. നീലി, അപ്പോ നീലി ഇവിടെ വന്നു എന്നുള്ളത് എന്റെ തോന്നല് മാത്രമായിരുന്നു. അവളെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു.